കുട്ടികളെ നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1 മാർക്ക് സീരീസ് ആണ്. അതിൽ ഈ വീഡിയോയിൽ 3 ചാപ്റ്റർ കവർ ചെയ്യുന്നുണ്ട്. വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഗ്രാവിറ്റേഷൻ. ഓക്കെ, അത് വർക്ക് എനർജി പവർ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ്? സ്കെയിലാർ പ്രോഡക്റ്റ്. സ്കെയിലാർ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. വെക്റ്റർ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നില്ല, അതായത് ഒബേ ചെയ്യുന്നില്ല. ഓർത്തിരിക്കുക. രണ്ടാമത് വർക്ക് എപ്പോഴാണ് 0 ആവുന്നത്? 3 കണ്ടീഷനാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്ത സമയത്ത്. രണ്ടാമത്തെ ഫോഴ്സ് 0 ആണെങ്കിൽ വർക്ക് 0 ആയിരിക്കും. മൂന്നാമത്തത് ഫോഴ്സിനും ഡിസ്പ്ലേസിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണെങ്കിൽ ഈ 2 ആൾക്കാർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പോസിറ്റീവ് വർക്ക്? പോസിറ്റീവ് വർക്ക് പറയുമ്പോഴേക്കും ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ 0ക്കും 90ക്കും ഇടയിലാണെങ്കിൽ വർക്ക് പോസിറ്റീവ്. അതുപോലെ ആംഗിൾ 90ക്കും 180ക്കും ഇടയിലാണെങ്കിൽ വർക്ക് നെഗറ്റീവ്. ഓർത്തിരിക്കുക. ദെൻ ഏരിയ ഓഫ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്താണ്? വർക്ക് ഡൺ. പറഞ്ഞതുപോലെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ എന്തിന് ഈക്വൽ ആണ്? വർക്ക് ഡണ്ണിന് ഈക്വൽ ആണ്. ദെൻ അടുത്തത് കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എക്സാമ്പിൾ ചോദിക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും ഓർത്തിരിക്കുക. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്. ഓർത്തിരിക്കുക. ദെൻ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് 2 പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന്, കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തത് ഒരു ക്ലോസ്ഡ് പാത്തിൽ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും? 0 ആയിരിക്കും. ആര് ചെയ്യുന്ന വർക്ക് ഡൺ? കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഒരു ക്ലോസ്ഡ് പാത്തിൽ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും? 0 ആയിരിക്കും. ആ 2 പോയിന്റ് ഓർത്തിരിക്കുക. ദെൻ അതിനുശേഷം വരുന്നത് നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. 2 ഫോഴ്സ് പഠിച്ചു വയ്ക്കുക. ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ്, 2 എയർ റെസിസ്റ്റൻസ്. അടുത്ത് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി ഉണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. ഞാൻ അതല്ല ഇവിടെ പറയുന്നത്. സ്പ്രിങ്ങിന്റെ കേസ് പഠിക്കുമ്പോൾ സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും, കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ചുമ്മാ ഇരിക്കുകയാണ്. ഞാൻ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെച്ച്ഡ് പൊസിഷൻ ഓർ കംപ്രസ് ചെയ്യുന്നു, കംപ്രസ്ഡ് പൊസിഷൻ. അപ്പൊ ആ 2 പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി മിനിമം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക. നോർമൽ പൊസിഷനിൽ, അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം, പൊട്ടൻഷ്യൽ എനർജി 0. സ്ട്രെച്ച്ഡ് പൊസിഷനിലോ കംപ്രസ്ഡ് പൊസിഷനിലോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, കൈനറ്റിക് എനർജി 0. ഓക്കെ, പിന്നെ ഏത് പൊസിഷൻ എടുത്താലും ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് അവിടെ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. ദെൻ പവറിന്റെ ഹയർ യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 1 ഹോഴ്സ് പവർ 746 വാട്ട് ആണ്. ഓർത്തിരിക്കുക. അതുപോലെ പവറിനെ ഫോഴ്സിന്റെ വെലോസിറ്റി ടേംസ് എഴുതാൻ പറ്റും. ഫോഴ്സിന്റെയും വെലോസിറ്റിയും ഡോട്ട് പ്രോഡക്റ്റിനെ പറഞ്ഞ പേരാണ് പവർ. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി മറക്കരുത്. ദെൻ എന്താണ് 1 kWh? കിലോ വാട്ട് അവർ. അപ്പം കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റ് ആണ്, മറന്നു പോകരുത്. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാ? 3.6 × 10⁶ ജൂൾ ആണ്. വാല്യൂ കാണാൻ പഠിക്കാം. ദെൻ എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ? ഓർത്തിരിക്കുക. ഇലാസ്റ്റിക് കൊളിഷനിൽ ലീനിയർ മൊമെന്റും കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ? അവിടെ മൊമെന്റം മാത്രം കോൺസ്റ്റന്റ് ആണ്, കൈനറ്റിക് എനർജി എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ദെൻ എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കൊളിഷൻ 2 പേരും ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ അതിനപ്പുറത്തെ പേരാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയും. ദെൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും, സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? 0. ഓക്കെ, ദെൻ നമ്മൾ ഒരു അമ്പ് ഉപയോഗിച്ച് വില്ല് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ നടക്കുന്നത്? ഞാൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നു. ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഞാൻ കൈ വിടുമ്പോൾ ആ പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഇത് ചോദിച്ചോട്ട് എങ്ങനെയാണ് നമ്മുടെ അമ്പിന് ആരോയ്ക്ക് എനർജി കിട്ടുന്നത്? അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ചോദിച്ചോട്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ മൊമെന്റും ആൻഡ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ലീനിയർ മൊമെന്റിന്റെയും എക്സ്പ്ലനേഷൻ ചോദിക്കുക. അപ്പൊ നോക്കാം, ഇത്രേ ഉള്ളൂ. കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ മൊമെന്റം ആണ് കാണുന്നതെങ്കിൽ മൊമെന്റം ഈക്വൽ ടു √2m × കൈനറ്റിക് എനർജി k എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഈ 2 ഇക്വേഷൻ നമുക്ക് വേണം. ഓക്കെ, ആ 2 ഇക്വേഷൻ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 2 എന്ന് പറഞ്ഞാൽ. നോക്കുക, 2 masses, 1 lighter, അതർ ഹെവിയർ ഹാവ് സെയിം മൊമെന്റം സെയിം എന്നാണ് പറയുന്നത്. ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ? അപ്പൊ കൈനറ്റിക് എനർജിയിലെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. കൈനറ്റിക് എനർജി ഫോർമുല ഇതാണ്, p²/2m. അവിടെ മൊമെന്റം സെയിം ആണ്, മൊമെന്റം കളയുക വേണ്ട. കൈനറ്റിക് എനർജി മാസ് റിലേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു m. ഈ ഇക്വേഷൻ നോക്കൂ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞ മീനിങ് എന്താ? മാസ് കുറഞ്ഞ ആളിന് കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പൊ ആൻസർ എന്താണ്? ലൈറ്റർ വണ്ണിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ. ആൻസർ എന്താണ്?
ലൈറ്റർ വണ്ണിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്നാൽ അടുത്ത ദിവസം നേരെ തിരിച്ചു ചോദിക്കും, ഒന്ന് ലൈറ്റർ ആണ് മറ്റേ ഹെവിയർ ആണ്, പക്ഷെ കൈനറ്റിക് എനർജി എന്താണ്? സെയിം. കൈനറ്റിക് എനർജി സെയിം. ആർക്കാണ് മൊമെന്റം കൂടുതൽ? അപ്പൊ ഈ ഇക്വേഷൻ ഇടണം. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ കൈനറ്റിക് എനർജി സെയിം അല്ലേ? അവനെ കളാ. മൊമെന്റം മാസ് ഏത് പ്രപ്പോർഷനാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. റൂട്ട് എന്നാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അതിന്റെ മീനിങ് എന്താ? മാസ് കൂടിയ ആളിന് മൊമെന്റം കൂടുതൽ. മാസ് കൂടിയ ആളാണ് ഹെവിയർ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഹെവിയർ. ആൻസർ എന്താണ്? ഹെവിയർ. ഓർത്തിരിക്കുക. അപ്പോ എത്രയാണ് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഏതിനകത്ത് വരുന്നത്? വർക്ക് എനർജി പവറിനകത്ത് വരുന്നത്. അടുത്ത് വരുന്നത് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് റൊട്ടേഷൻ മോഷൻ. അടുത്ത സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് റൊട്ടേഷൻ മോഷൻ. അതിന് ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ പ്രത്യേകത എന്താണ്? അവന്റെ ആംഗുലാർ വെലോസിറ്റി സെയിം ആയിരിക്കും, അവന്റെ ലീനിയർ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് അത് ഓർത്തിരിക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവിടെ when the total external force of the system is 0, ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് ഓർത്തിരിക്കുക. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ടോട്ടൽ ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സെന്റർ ഓഫ് മാസ് എന്താണ്? യൂണിഫോം മോഷനിലാണ്. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ്. റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് പറഞ്ഞ പേരാണ് ടോർക്ക് എന്നോ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നോ പറയാം. ഓക്കെ, ടോർക്കുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോർക്കിന്റെ യൂണിറ്റ് ചോദിക്കും. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ദെൻ ഡയമെൻഷൻ ചോദിക്കും. ml²T⁻² ആണ്. അതിന്റെ കൂടെ പഠിച്ചു വെക്കണം ഈ ടോർക്കിന്റെ അതേ യൂണിറ്റ് ആൾക്കാരുടെ പേരെന്താ? വർക്കിനും എനർജിക്കും ടോർക്കിന്റെ അതേ യൂണിറ്റ് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. എന്താണ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. ആംഗുലർ മൊമെന്റം പഠിക്കുമ്പോൾ യൂണിറ്റ് പഠിച്ചു പോകണം കേട്ടോ, കൂടെ യൂണിറ്റ് പഠിച്ചു പോകണം. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോർക്ക്. അതായത് dl/dt എന്ന് പറഞ്ഞാൽ ടോയാണ്. ആ സെന്റൻസ് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് കേട്ടോ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട്. എന്താണ് കപ്പിൾ എന്ന് ചോദിക്കാം. കപ്പിൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്താൽ അത് നമുക്ക് എന്ത് പറയാം? കപ്പിൾ എന്ന് പറയാം. ടു ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ്. ഓക്കെ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് പറഞ്ഞ പേരാണ് കപ്പിൾ. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു കപ്പിൾ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവ ഒരിക്കലും എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. അതായത് അവന് ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല, പൊസിഷൻ മാറൂല, അവിടെ ഇരുന്ന് കറങ്ങും. അവൻ എന്ത് മാത്രമേ ഉള്ളൂ? റൊട്ടേഷണൽ മോഷൻ മാത്രമേ കാണൂ. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. Center of gravity is a point where total gravitational torque of the body is 0. Total weight ഉണ്ടാവുമെന്നാണ് നമുക്ക് അതിന്റെ പോയിന്റ് വേണ്ടത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ ടോട്ടൽ ടോർക്ക് എത്രയും ചോദിക്കും. എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ടോർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്ത എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഇറ്റ് ഈസ് ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ്. ദെൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനർഷ്യ എന്ന് പറയാം. ചോദിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തുകൊണ്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതാണ് ആൻസർ. എന്താ? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനർഷ്യ. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? 3 ആൾക്കാർ. ഒന്ന് മാസ് ഓഫ് ദ ബോഡി ആണ്. 2 ഡിസ്റ്റൻസ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദ ആക്സ് ഓഫ് റൊട്ടേഷൻ ഡിസ്റ്റൻസ് ആണ്. 3 പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ. അപ്പൊ മാസ്, ഡിസ്റ്റൻസ്, പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ. ദെൻ ഇത്രയും വലിയ സെന്റൻസ് കൊണ്ട് പേടിക്കുന്ന ആവശ്യമില്ല. ഒറ്റ വേർഡ് പഠിക്കുക. ഫ്ലൈ വീൽ. മെഷീൻസിലൊക്കെ വെഹിക്കിൾസിലൊക്കെ ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലൈ വീൽ ഏത് ഷേപ്പാണ്? ഡിസ്ക് ഷേപ്പാണ്. ഓക്കെ, അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? 12 mr² ആണ്. ഈ ഫ്ലൈ വീലിന്റെ പ്രത്യേകത എന്താണ്? അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്താലും ഈ ഫ്ലൈ വീലാണ് ആ വണ്ടി എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ആ വേർഡ് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ഫ്ലൈ വീൽ ഏതാണ്? ഡിസ്ക് ഷേപ്പാന്ന് ഓർത്തിരിക്കുക. ഇനി കൺസർവേഷൻ ആംഗുലർ മൊമെന്റം. ഈ കൺസർവേഷൻ ആംഗുലർ മൊമെന്റത്തിൽ ടോട്ടൽ ടോർക്ക്, അതായത് ടോർക്ക് ഇല്ല എങ്കിൽ ടോട്ടൽ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് പഠിച്ചിരിക്കേണ്ടത് I, ω എന്താ സംഭവം? ഇത് രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതായത് മൊമെന്റം ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, I, ω കോൺസ്റ്റന്റ് ആണ്. അതിന്റെ മീനിങ് എന്താ? I, ω ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. I കൂടിയ ക്യാപിറ്റൽ I ആണ് കേട്ടോ. I കൂടിയാൽ ω കുറയും, I കുറഞ്ഞാൽ ω എന്ത് ചെയ്യും? കൂടും. അപ്പൊ അത് വെച്ച് 2 ക്വസ്റ്റ്യൻസ് എക്സാം ചോദിക്കുന്നുണ്ട്. അതാ ഒന്ന്, ഒരാള് ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് കൈ ഇങ്ങനെ ആക്കിയാണ്. അപ്പൊ അവന്റെ I കൂടും, ω കുറയും. കൈ ഇങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ ആക്കി. അപ്പൊ എന്ത് ഫോൾഡ് ചെയ്തു. അപ്പൊ എന്താ ചെയ്യുന്നത്?
ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു, ഒമേഗ കൂടി. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഫിഗർ തന്നിട്ട്. ഓക്കെ, അതിന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് അക്രോബാറ്റ്, സർക്കസിലുള്ള അക്രോബാറ്റ്, ഡൈവർ, വെള്ളത്തിൽ ചാടുന്നില്ല, ഡൈവർ, സ്കാറ്റേഴ്സ്, ക്ലാസ്സിലെ ഇന്ത്യൻ വെസ്റ്റേൺ ഡാൻസേഴ്സ്, ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ആപ്ലിക്കേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡോർ ഹാൻഡിൽസ് ആർ ഫിക്സ്ഡ് അറ്റ് ഫ്രീ എഡ്ജ്. നമ്മൾ ഹാൻഡിൽസ് എപ്പോഴും വയ്ക്കുന്നത് അറ്റത്തായിരിക്കും, എഡ്ജസിലായിരിക്കും. എന്തുകൊണ്ടാണ്? മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടിയാ. ഈ ടോർക്ക് മാക്സിമം ആയാൽ ഓപ്പൺ ചെയ്യാൻ ക്ലോസിന് എന്തായിരിക്കും? ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നതാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് റൊട്ടേഷൻ മോഷനകത്ത് വരുന്നതാണ്. അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. അപ്പൊ ഗ്രാവിറ്റേഷൻ പറയുമ്പോഴേക്കും ഫസ്റ്റ് നമ്മളൊരു പ്ലാനറ്റ്സ് എപ്പോഴും പ്ലാനറ്റ്സ് ആരെ റിവോൾവ് ചെയ്യുന്നു? സൂര്യനെ, സണ്ണിനെ റിവോൾവ് ചെയ്യുന്നു. സണ്ണിന്റെ അടുത്താണെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും, സണ്ണ് ദൂരേക്ക് അകലെയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് ഓർത്തിരിക്കുക. ഇത് ഏത് ലോ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ലോ ആണ്, ലോ ഓഫ് ഏരിയാസ് ആണ്. ഓക്കെ, കെപ്ലറിന്റെ സെക്കൻഡ് ലോ ആണ്, അത് ഓർത്തിരിക്കുക. ആ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഏരിയാസ് ഏത് കൺസർവേഷൻ ലോ എന്ന് ചോദിക്കും? പറയണം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ദെൻ വാട്ട്സ് ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി? അതായത് ജിയുടെ വാല്യൂ നമുക്ക് അറിയാം, അവിടെ ഉണ്ട്. അത് കണ്ടുപിടിച്ച ആളുടെ പേരെന്താണ്? ഹെൻറി കാവൻഡിഷ്. പേര് മാത്രം മതി, ഹെൻറി കാവൻഡിഷ്. ദെൻ ജിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഡയമെൻഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, m⁻⁻⁻⁴ L ക്യൂബ് T⁻². അതിന് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡിക്ക് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്നെ അവിടെ കൊണ്ടുവച്ചാലും എനിക്ക് ഒരു 70 kg ഉണ്ട്, ഇനി ഒരു 1 kg ഒരാൾ അവിടെ കൊണ്ടുവച്ചാലും രണ്ടുപേരുടെയും ജിയുടെ വാല്യൂ, സ്മോൾ ജിയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നമ്മൾ എത്ര സർഫസിന് മുകളിലോട്ട് പോവുകയാണ്, ജി എന്ത് ചെയ്യും? ജി കുറയും. ജി എന്ത് ചെയ്യും? കുറയും. ചോദിക്കും എത്ര ഫാക്ടർ കുറയും? 1 - 2h/r ഫാക്ടർ എന്ത് ചെയ്യും? കുറയും. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റിനെ എർത്തിന്റെ താഴെ കൊണ്ടുപോകുന്നു, എന്നാലും ഒരു കുഴി കുഴിച്ച് താഴേക്ക് പോകും, ഡെപ്ത് ആഴത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പൊ ജി എന്ത് ചെയ്യും? അതും ജി കുറയും. എത്ര ഫാക്ടർ കുറയും? 1 - d/r ഫാക്ടർ ആയിട്ട് കുറയും. ഓക്കെ, ദെൻ സെൻട്രലിൽ ദ വാല്യൂ ഓഫ് ജി എവിടെയാണ് മാക്സിമം? എർത്തിന്റെ സർഫസിൽ മാക്സിമം ആയിരിക്കും. എർത്തിന്റെ സർഫസ് എന്താണ് മാക്സിമം? മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. മാക്സിമം എവിടെയെന്ന് ചോദിച്ചാൽ സർഫസിലാണ്. ഇനി ജിയുടെ വാല്യൂ സെൻട്രലിൽ എത്രയെന്ന് ചോദിച്ചാൽ 0. എത്രയാണ്? 0. അടുത്ത എസ്കേ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ക്വസ്റ്റ്യൻ ആണ്. ഒരു ആന എടുത്തെറിയുന്നു, ഒരു ഉറുമ്പിനെ എടുത്തെറിയുന്നു, രണ്ടുപേരുടെ എസ്കേ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ? എസ്കേ വെലോസിറ്റി മാസ് ഓഫ് ദ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓർക്കുക. ഓക്കെ, ദെൻ നമ്മുടെ എർത്തിന്റെ സർഫസിലെ എസ്കേ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? 11.2 km/s. വാല്യൂ കാണാൻ പഠിക്കും. 11.2 km/s. അതുപോലെ മിനിമം ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കും, അത് 7.92 ആണ്, അതും കൂടെ ഓർത്തിരിക്കും. ഓക്കെ, ദെൻ റിലേഷൻ കണക്ടിങ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ അതെന്താണ്? v = √2 VO. ഇത് എസ്കേപ്പ് വെലോസിറ്റി, VO എന്ന ഓർബിറ്റൽ വെലോസിറ്റി. അപ്പം സ്ഥിരമായിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓർബിറ്റ് വെലോസിറ്റി വന്നിട്ട് എസ്കേപ്പ് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ ഓർബിറ്റ് വെലോസിറ്റി √2 കൊടുത്താൽ മതി. തിരിച്ച് ഇനി എസ്കേപ്പ് വെലോസിറ്റി വന്നിട്ട് ഓർബിറ്റ് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ √2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇത് ഓർത്തിരിക്കുക. ദെൻ ഈ പോയിന്റ് ഓർത്തിരിക്കണേ. ഒന്ന്, ടോട്ടൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ്. എന്താണ് മീനിങ് എന്ന് പറഞ്ഞത്? അപ്പം ഒരു സാറ്റലൈറ്റ് ടോട്ടൽ എനർജി അപ്പം എന്താ? നെഗറ്റീവ്. എന്താണ് മീനിങ്? അതായത് സാറ്റലൈറ്റ് ഏതുമായി കണക്റ്റഡ് ആണ്? ആ പ്ലാനറ്റുമായി. ഇപ്പൊ എർത്തിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എർത്തുമായി എന്താണ്? ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ എർത്തിന്റെ ഫോഴ്സിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്. ഇപ്പൊ ടോട്ടൽ എനർജി പോസിറ്റീവോ 0 ആയാൽ മീനിങ് എന്താണ്? ആ ഒബ്ജക്റ്റ് എവിടെ നിന്നാണ്? ഇൻഫിനിറ്റി എന്നാണ്. എവിടെ നിന്നാണ് മീനിങ്? ഇൻഫിനിറ്റി എന്നാണ്. അതുകൊണ്ട് സാറ്റലൈറ്റ് എല്ലാം നമ്മളെ എർത്തിന് അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ അടുത്ത് നിൽക്കുന്നത് പറഞ്ഞാൽ അവന്റെ എനർജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ 2 bodies 1 Newton എന്ന് പറയുന്നു. If the distance between them is doubled, what will be the force? അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 1 Newton എന്ന് പറയുന്നു. ഡിസ്റ്റൻസ് ഡബിൾ ആയി എന്ത് സംഭവിക്കും? ഡിസ്റ്റൻസ് ഡബിൾ ആയി എന്ത് സംഭവിക്കും? ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയേ. ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണാൻ ഫോർമുല നമുക്കറിയാം. F = gmm/. ഡിസ്റ്റൻസ് സ്ക്വയർ ആണല്ലോ. ഈ ഡിസ്റ്റൻസ് ആണ് നോക്കാം. ഡിസ്റ്റൻസ് എഫ് ഏത് പ്രൊപ്പോർഷനാണ്? F is inversely proportional to d². ഇപ്പൊ എന്റെ മീനിങ് എന്താ? വേറെ ഒന്നുമല്ല, ഡിസ്റ്റൻസ് എന്താണോ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? 2 times ആയി, ഡബിൾ ആയി. അപ്പൊ ഫോഴ്സ് എന്താവും എന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഇവിടെ നോക്കുക, ഈ ഡിയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പൊ 2 × സ്ക്വയർ എത്ര? 4. അപ്പൊ ഫോഴ്സ് എത്രയായിട്ട് മാറും?
1/4. എത്രയായിട്ട് മാറും? 1/4. അത്രേ ഉള്ളൂ. ഡി എന്താണോ അതിന്റെ അങ്ങ് സ്ക്വയർ എടുക്കാം, എന്നിട്ട് 1/8 ആയിട്ട് എഴുതുക. 1/4. അപ്പൊ ആൻസർ എത്രയാണ്? 1/4. ഓക്കെ. ദെൻ അടുത്ത ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പിയുടെ പേരെന്താണ്? സൂര്യന് അടുത്തുള്ള പൊസിഷൻ പറഞ്ഞ പേര് പെരിഹിലിയോൺ. എന്താ പറയുന്നത്? പെരിഹിലിയോൺ. ദൂരമുള്ള പോലെ പറഞ്ഞത് അപ്ഹിലിയോൺ കേട്ടാ. പെരിഹിലിയോൺ, അപ്ഹിലിയോൺ. സൂര്യന് അടുത്താണെങ്കിൽ പെരിഹിലിയോൺ, ദൂരെയാണെങ്കിൽ അപ്ഹിലിയോൺ. ഈ സൂര്യൻ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പൊ ഇതെന്താവും? പെരിഹിലിയോൺ ആവും. ഇതെന്താവും? അപ്ഹിലിയോൺ ആവും. മറന്ന പോലെ ഞാൻ ഇവിടെ എഴുതി തരാം നിങ്ങൾക്ക്. ഇതിനെന്താ പറയുന്നത്? പെരിഹിലിയോൺ. ഇതിനെന്താ പറയുന്നത്? അപ്ഹിലിയോൺ. ഓക്കെ, അത് മറന്നു പോകരുത്. ഇത്രയാണ് ഗ്രാവിറ്റേഷൻ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് പോകണം. ഈ 3 ചാപ്റ്റർ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, PDF ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. ഓക്കെ.